പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിർത്തിയിൽ തുടർച്ചയായി പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യൻ സേനയ്ക്ക് കരുത്തു പകരുകയാണ് അത്യാധുനിക ആയുധശേഖരം. ഇന്നലെ രാത്രി ഇന്ത്യയെ ലക്ഷ്യമാക്കി എത്തിയ പാക് വിമാനങ്ങളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും ഒക്കെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. ആ സൈനിക കരുത്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനം, നമ്മുടെ അഭിമാനമായ സുദർശന ചക്രം, ആ സുദർശന ചക്രത്തെക്കുറിച്ചാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഇതാ എത്തുകയാണ്. നമ്മുടെ തൊട്ടടുത്തുകൂടി കടന്നു പോവുകയാണ് S-400 വ്യോമ പ്രതിരോധ സംവിധാനം. അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ്. സുദർശന ചക്രമെന്ന് ഇന്ത്യ പേര് നൽകിയ S-400ന്റെ ഓരോ ഭാഗങ്ങളും പ്രവർത്തന രീതിയും എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഈ S-400 പ്രതിരോധ സംവിധാനം? നമ്മൾ അയൺ ഡോമിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിനേക്കാളും അപ്പുറം നമ്മുടേതായ സുദർശന ചക്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതുകൂടി പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ S-400ൽ എന്തൊക്കെയാണുള്ള സംവിധാനങ്ങൾ എന്ന് നമ്മൾ നോക്കിയാൽ, ഒന്നാമത്തേത് അക്വിസിഷൻ റഡാറാണ്. ഈ ഒരു പ്രതിരോധ സംവിധാനത്തിൽ ഒന്നാമത്തേത് അക്വിസിഷൻ റഡാറാണ്. അക്വിസിഷൻ റഡാറിന്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, ആകാശത്ത് നിന്ന് വരുന്ന വസ്തുക്കൾ തിരിച്ചറിയുക എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെയാണ്. രണ്ടാമത്തേത് കമാൻഡ് പോസ്റ്റ് ആണ്. കമാൻഡ് പോസ്റ്റ് ഈ അക്വിസിഷൻ റഡാർ നൽകുന്ന വിവരങ്ങൾ സ്വീകരിക്കുന്നു. അതിന് നമ്മൾ തിരിച്ചയക്കേണ്ട മിസൈൽ ഏതാണ് എന്നത് തീരുമാനിക്കുന്നത് ഈ കമാൻഡ് പോസ്റ്റിൽ നിന്നാണ്. മറുപടി മിസൈൽ ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുന്നു. അടുത്തത് ലോഞ്ച് വെഹിക്കിൾ ആണ്. ഈ ലോഞ്ച് വെഹിക്കിളാണ് നമ്മളിപ്പോൾ തൊട്ടടുത്ത് കാണുന്നത്. ഈ ലോഞ്ച് വെഹിക്കിൾ മിസൈലുകളെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്നതിനായിട്ടുള്ള സംവിധാനമാണ്. അതായത് ലോഞ്ചേഴ്സ് 4 മിസൈലുകൾ വീതമാണ് തൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളത് എൻഗേജ്മെന്റ് റഡാർ ആണ്. എൻഗേജ്മെന്റ് റഡാർ എന്താണ് എന്നതുകൂടി ഞാൻ പറഞ്ഞു തരാം. എൻഗേജ്മെന്റ് റഡാർ മിസൈലുകളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുക, അതാണ് എൻഗേജ്മെന്റ് റഡാറിന്റെ ലക്ഷ്യം. 12 മിസൈലുകൾ 6 ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നതിനായി എൻഗേജ്മെന്റ് റഡാറിന് സാധിക്കും. 2 തരം മിസൈലുകളാണ് പ്രധാനമായും നമ്മുടെ ഈ സംവിധാനത്തിൽ ഉള്ളത്. ഒന്ന് സെമി ആക്റ്റീവ് ഹോമിംഗ് മിസൈൽ റഡാർ നയിക്കുന്നതിനായി, മറ്റൊന്ന് ആക്റ്റീവ് ഹോമിംഗ് മിസൈൽ. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. സെമി ആക്റ്റീവ് ഹോമിംഗ് മിസൈലും അതോടൊപ്പം തന്നെ ആക്റ്റീവ് ഹോമിംഗ് മിസൈലും ലക്ഷ്യം സ്വയം തിരിച്ചറിയുന്ന സംവിധാനം ആണ് ഇത്. ഈ 2 സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മുടെ കരുത്തനായ S-400 എന്ന ഈ സുദർശന ചക്രം കയ്യിലുള്ളപ്പോൾ പേടി എന്തിന്? ഇവനുണ്ട് കൂടെ. നമ്മുടെ രാജ്യത്തെ ശത്രു രാജ്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കാൻ നമുക്ക് അത്രയും കരുത്തോടുകൂടി S-400 ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തിയിലെ അശാന്തി വിതയ്ക്കാനുള്ള ആക്രമണങ്ങളെ പൂർണ്ണമായും നമുക്ക് പരാജയപ്പെടുത്താനും കഴിയും.